ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ ആദരവ് നിറഞ്ഞ ഡോക്ടർ വി.എം. ബദിയുസ്സമാൻ സാഹിബ്, അതുപോലെ എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ ശാസ്ത്രത്തെക്കുറിച്ചുള്ള സംവാദങ്ങൾക്ക്, സയൻസിനെ കുറിച്ചുള്ള ഡിബേറ്റുകൾക്ക്, ചർച്ചകൾക്ക്, അത് അക്കാദമിക ലോകത്താണെങ്കിലും നമ്മളുടെ സാധാരണക്കാരുടെ ഇടയിലാണെങ്കിലും ഒക്കെ അതിനുള്ള ഒരു ഏറ്റവും പ്രാഥമികമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് വളരെ ഫിക്ഷൻ സ്വഭാവം അതിനുണ്ടാകുമെന്നുള്ളതാണ്. നമ്മൾ ഏതോ ഒരു മാന്ത്രിക ലോകത്തേക്ക് കടന്നു ചെന്നിരിക്കുന്നു എന്നും മാന്ത്രിക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നും ശാസ്ത്രം നമ്മളെ പുതിയ തരത്തിലുള്ള ഒരു മാന്ത്രിക ലോകത്തേക്ക്, ഒരു സ്വർഗീയ ലോകത്തേക്ക് എത്തിക്കുന്നു എന്നുള്ള തരത്തിലാണ് എപ്പോഴും ചർച്ചകൾ സംഭവിക്കാറുള്ളത്. അത്തരത്തിലുള്ള ഫിക്ഷനായിട്ടുള്ളതിൻ്റെ സ്വഭാവങ്ങളെ, അതിനെ ഡീമിസ്റ്റിഫൈ ചെയ്യാനും ആ മാജിക്കൽ വേൾഡിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ച് ചില ക്വസ്റ്റ്യൻസ് ഉന്നയിക്കാനും സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഈ ചെറിയ സംസാരത്തിൽ ബദിയുസ്സമാൻ സാഹിബിന്റെ സംസാരത്തോട് ചേർത്തുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സാങ്കേതിക വിദ്യ, ടെക്നോളജി എന്നത് ഏതെങ്കിലും ഒരു യന്ത്രത്തിന്റെ പേരല്ല. മനുഷ്യന്റെ പ്രവർത്തികളെ, ആക്ടിവിറ്റികളെ, മനുഷ്യന്റെ വളരെ ഹ്യൂമൻ ലേബറിനെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സംഗതിയാണ് ടെക്നോളജി എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് ടെക്നോളജിയിലേക്ക് മനുഷ്യൻ എത്തുന്നത്? മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളെ, വർക്കിനെ, ലേബറിനെ സഹായിക്കാനാണ് മനുഷ്യൻ ടെക്നോളജിയിലേക്ക് എത്തുന്നത്. ഉദാഹരണത്തിന് ചക്രം. മനുഷ്യന് നടന്നെത്താൻ കഴിയാത്ത, മനുഷ്യന് ഓടിയെത്താൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് മനുഷ്യനെ എത്താൻ സഹായിക്കുകയായിരുന്നു ചക്രം ചെയ്തിരുന്നത്. പക്ഷെ ടെക്നോളജി വീണ്ടും മുന്നോട്ട് പോയി. മനുഷ്യനെ സഹായിക്കുന്ന ലേബർ, ഹ്യൂമൻ ലേബറിനെ സപ്പോർട്ട് ചെയ്യുക എന്നതിനേക്കാൾ ഹ്യൂമൻ ലേബറിനെ പകരം വെക്കുക എന്നതായി ടെക്നോളജിയുടെ ദൗത്യം. അതുകൊണ്ടാണ് കമ്പ്യൂട്ടർ വന്നപ്പോൾ സമരങ്ങൾ സംഭവിച്ചത്. ഹ്യൂമൻ ലേബറിനെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്ന പുതിയ പ്രശ്നം ഉണ്ടാക്കി. അവിടുന്നും ലോകം മാറി. പിന്നീട് ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഹ്യൂമൻ ലേബറിനെ മാത്രമല്ല, ഹ്യൂമൻ റീസണിങ്ങിനെയും തോട്ടിനെയും ടെക്നോളജി റീപ്ലേസ് ചെയ്യുമോ എന്നൊരാശങ്കയാണ്. അതായത് മനുഷ്യന് വേണ്ടി പണിയെടുത്തിരുന്ന ഒന്ന് മനുഷ്യനായി പണിയെടുക്കാൻ തുടങ്ങി. അപ്പോഴും മനുഷ്യൻ കരുതി മനുഷ്യന് ചിന്തയുടെ ഒരു പ്രാമുഖ്യം, മനുഷ്യന് ചിന്തയുടെ ഒരു സുപ്രീമസി ഓഫ് റീസൺ, സുപ്രീമസി ഓഫ് തോട്ട്, അത് മനുഷ്യന് സ്വന്തമായിരിക്കുമെന്ന് കരുതുമ്പോഴാണ് AI സംവാദങ്ങളിൽ അതും മനുഷ്യനിൽ നിന്ന് കവർന്നെടുക്കുമോ എന്ന ചോദ്യം വരുന്നത്. സത്യത്തിൽ ശാസ്ത്രത്തെക്കുറിച്ച വിമർശനാത്മക ചിന്തക്ക് ഏറ്റവും നമ്മെ പ്രചോദിപ്പിക്കുന്നതും നിർബന്ധിക്കുന്നതും ഈ ഒരു സന്ദർഭമാണ്. അവിടെയാണ് നമ്മൾ പഴയ പാരമ്പര്യങ്ങളിലേക്കും ചരിത്രത്തിലേക്കും ഇന്നത്തെ ലോകത്തെ നിർമ്മിച്ചിട്ടുള്ള, ശാസ്ത്രത്തെ തന്നെ നിർമ്മിച്ച സങ്കല്പനപരമായ, കൺസെപ്ച്വലായ, മെറ്റീരിയലായ, ഡിസ്കേഴ്സീവായ അതിന്റെ പ്രതലങ്ങളെക്കുറിച്ചും ചില ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുക എന്ന അടിയന്തിരമായ അവസ്ഥ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അവിടെയാണ് ശാസ്ത്രവും മതവും, അല്ലെങ്കിൽ ഇസ്ലാമും ശാസ്ത്രവും എന്ന സംവാദം വീണ്ടും പ്രസക്തമാകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സംവാദങ്ങളുടെ എല്ലാം ആഗോളതലത്തിൽ നടന്നിട്ടുള്ളതാവട്ടെ, നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളതാവട്ടെ, എല്ലാ സംവാദങ്ങളുടെയും മതം, ശാസ്ത്രം സംവാദങ്ങളുടെ ഏറ്റവും വലിയ പരിമിതി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും ഒരേ സമയം തന്നെ മനുഷ്യനെ പ്രകൃതിയുമായി ഉള്ള ഇടപാടിനെ കുറിച്ച് ആശങ്കകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റിച്ചാർഡ് ഓൾസോൺ എന്ന് പറയുന്ന സയൻസ് ആൻഡ് സൊസൈറ്റി സ്കോളർ പറയുന്നുണ്ട്, ഒരിക്കലും നിങ്ങൾക്ക് ശാസ്ത്രത്തെയും മതത്തെയും രണ്ട് മേഖലകളാക്കി, രണ്ട് ഭൂഖണ്ഡങ്ങളാക്കി നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. കാരണം രണ്ടിന്റെയും അടിസ്ഥാനപരമായ ചോദ്യം എന്നത് മനുഷ്യൻ എങ്ങനെ പ്രകൃതിയോട്, മനുഷ്യൻ എങ്ങനെ മനുഷ്യനല്ലാത്ത മെറ്റീരിയൽ വേൾഡിനോട് ബന്ധപ്പെടുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു, എങ്ങനെ പുനഃക്രമീകരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് മ്യൂച്വലി എക്സ്ക്ലൂസീവായ രണ്ട് കാറ്റഗറികളായി നിങ്ങൾക്ക്
പിന്നെ റിലീജിയനെയും സയൻസിനെയും മാറ്റിവെക്കാൻ കഴിയില്ല എന്നതാണ് ആദ്യത്തെ സംഗതി. അതോടൊപ്പം തന്നെ സയൻസ് പണിമുടക്കി എന്നാണ് തോന്നുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട അഗൈൻ ഇത് എവിടെ നോക്കിയാണ് ഓക്കെ. അപ്പോ ഇത് രണ്ടും നിങ്ങൾക്ക് പരസ്പരം മാറ്റിവെക്കാൻ കഴിയാത്ത സങ്കല്പങ്ങളാണ് എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഈ രണ്ട് സങ്കല്പങ്ങളും ഒരു പെർട്ടിക്കുലർ ഹിസ്റ്ററിയുടെ പ്രോഡക്റ്റുകൾ മാത്രമാണ്. അതാണ് റിച്ചാർഡ് ഓൾസൺ പറയുന്നത്, സയൻസും റിലീജിയനും ബോത്ത് ആർ മോഡേൺ ടേംസ്. സയൻസ് ഒരു മോഡേൺ ടേമാണ്, മതവും ഒരു ആധുനിക പദമാണ്. റിലീജിയനും സയൻസും രണ്ടും ആധുനിക പദങ്ങളാവുമ്പോൾ സത്യത്തിൽ നടക്കുന്നത് രണ്ട് ആധുനിക പദങ്ങൾ തമ്മിലുള്ള സംവാദങ്ങൾ മാത്രമാണ്. നിങ്ങൾ ആ കാറ്റഗറികളിൽ നിൽക്കുന്നിടത്തോളം കാലം റിലീജിയനും സയൻസും രണ്ടും മൊഡേൺ ആയിട്ടുള്ള കാറ്റഗറികളാണ് എന്ന് പറയുമ്പോൾ രണ്ടും വെസ്റ്റേൺ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള വെസ്റ്റേൺ ലോകത്തിന്റെ സങ്കല്പങ്ങളാണ് എന്നുള്ളതാണ്. ഈ രണ്ട് സങ്കല്പങ്ങളിലൂടെ നിങ്ങൾക്ക്, അത് മതമായാലും ശാസ്ത്രമായാലും, ഈ രണ്ട് സങ്കല്പങ്ങളിലൂടെയും നിങ്ങൾക്ക് യൂറോ സെൻട്രിക് ആയിട്ടുള്ള വെസ്റ്റിന്റെ സങ്കല്പനപരമായ ഒരു തടവറക്കകത്ത് നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഈ രണ്ട് സങ്കല്പങ്ങളും പ്രശ്നമാകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഈ ശാസ്ത്ര മത സംവാദങ്ങളിൽ ഈ രണ്ട് കാറ്റഗറികളിൽ റിലീജിയൻ ആൻഡ് സയൻസ് എന്നതിൽ നിൽക്കുന്നത് കൊണ്ടാണ് എല്ലാ ശാസ്ത്രമത സംവാദങ്ങളിലും ഒരു ടു എൻറ്റിറ്റി മോഡൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടു എൻറ്റിറ്റി മോഡൽ എന്ന് പറഞ്ഞാൽ ഒന്ന് സയൻസ് ആണ്, ഒന്ന് റിലീജിയൻ ആണ്. അപ്പോൾ ഈ സയൻസും റിലീജിയനും സംവാദം വേണോ? ഈ സയൻസും റിലീജിയനും ഒരുമിക്കുമോ? ഈ സയൻസും റിലീജിയനും തമ്മിൽ സംഘർഷപ്പെടുമോ? ഈ സയൻസും റിലീജിയനും തമ്മിൽ ഒരു കോപ്പറേഷൻ സാധ്യമാണോ? പലതരത്തിൽ ഉത്തരം പറയുന്ന ആളുകളുണ്ട്. ചിലർ പറയും സയൻസും റിലീജിയനും മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. ചിലർ പറയും സയൻസും റിലീജിയനും മ്യൂച്വലി കോപ്പറേറ്റീവാണ്. ചിലർ പറയും അങ്ങനെ ഒരു സംവാദം സാധ്യമല്ല. പക്ഷെ എല്ലാ ഈ ചർച്ചകളിലുടനീളം മുഴച്ചു നിൽക്കുന്ന ഒരു അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടു എൻറ്റിറ്റി മോഡലുകളിൽ നിന്നുകൊണ്ടാണ് ഈ ചർച്ചകൾ വികസിക്കുന്നത് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ബാർബറിനെ പോലെയുള്ളവർ പറയുന്നത് ഈ ടു എൻറ്റിറ്റി മോഡൽ പോലും സയൻസ് ആൻഡ് റിലീജിയൻ എന്നുള്ള രണ്ട് എൻറ്റിറ്റികളായി നിൽക്കുന്ന ഈ സംവാദം പോലും സാധ്യമാകുന്നത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കൾച്ചറൽ ഹിസ്റ്റോറിക്കൽ പശ്ചാത്തലത്തിൽ നിന്ന് മാത്രമാണ്. ആ പശ്ചാത്തലത്തെ കുറിച്ചാണ് യൂറോപ്പിന്റെ റിനൈസൻസ് മുതലുള്ള ഹിസ്റ്ററി നമ്മോട് പറയുന്നത് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ ടു എൻറ്റിറ്റി മോഡൽ, സയൻസ് ആൻഡ് റിലീജിയൻ എന്നുള്ള ടു എൻറ്റിറ്റികളായി നിന്നുകൊണ്ടുള്ള ഒരു സംവാദത്തിൽ നിന്നും മറികടക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഒന്ന്, ഈ സംവാദങ്ങളുടെ പരിമിതി അതൊരു ടു എൻറ്റിറ്റി മോഡലാണെങ്കിൽ, രണ്ടാമത്തെ അതിന്റെ പരിമിതി മോഡേൺ സയൻസിനെയും പ്രിമോഡേൺ സയൻസിനെയും തമ്മിൽ അത് വ്യത്യാസപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അതാണ് മുസഫർ ഇഖ്ബാൽ എന്ന് പറയുന്ന ഇസ്ലാം ആൻഡ് സയൻസ് സംവാദത്തിലെ പ്രമുഖൻ പറയുന്നത്. നിങ്ങൾ ടു എൻറ്റിറ്റി മോഡലിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും മോഡേൺ സയൻസിനെയും പ്രീ മോഡേൺ ആയിട്ടുള്ള സയൻസിനെയും നിങ്ങൾക്ക് വേർതിരിക്കാൻ കഴിയുകയില്ല എന്ന്. എന്താണ് സയൻസ്? അതെല്ലാ കാലത്തും ഒരുപോലെ നിന്ന പ്രകൃതിയെക്കുറിച്ച അന്വേഷണങ്ങളല്ല. അത് ചരിത്രത്തിന്റെ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായ ഡിസ്കോഴ്സുകൾക്കകത്തുകൂടി പ്രവർത്തിക്കുന്ന ഒരു വിജ്ഞാനം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ആധുനിക ശാസ്ത്രം എന്ന് വിളിക്കുന്നതും അതിന്റെ മുൻപുള്ള പൂർവാധുനികമായ ശാസ്ത്രീയ അന്വേഷണങ്ങളെയും ഇത് രണ്ടിനെയും വേർതിരിച്ച് ഹിസ്റ്റോറിക്കലി അതിനെ ഡിസ്റ്റിങ്ക്റ്റ് ആയി മനസ്സിലാക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ശാസ്ത്രത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ. ആ ചോദ്യങ്ങൾ ഉന്നയിക്കാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഈ ടു എൻറ്റിറ്റി മോഡലിൽ തന്നെ കുടുങ്ങി നിൽക്കും എന്നാണ് മുസഫർ ഇഖ്ബാൽ നമ്മോട് പറയുന്നത്. നിങ്ങൾക്ക് റിലീജിയനെയും സയൻസിനെയും ഒരു ടു എൻറ്റിറ്റി മോഡലിലായി നിൽക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ നിങ്ങൾ അനിവാര്യമായും ഉത്തരം പറയേണ്ടുന്ന 3 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, നേച്ചറിനെ കുറിച്ച് എല്ലാതരം ലോക പാരമ്പര്യങ്ങളിലും ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിലും നിങ്ങൾക്ക് ഏകീകൃതമായ ഒരു സങ്കല്പത്തെ കണ്ടെത്താൻ കഴിയുമോ?
പ്രകൃതിയെക്കുറിച്ച്, മനുഷ്യനും വസ്തുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് ലോകം മൊത്തം ഒരേക സ്വഭാവമുള്ള സംവാദത്തെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ശാസ്ത്രം എന്നതിനെ ഒരു ഒറ്റ കാറ്റഗറിയായി നിങ്ങൾ എടുക്കുക? നിങ്ങൾക്ക് ഈ എല്ലാ തരത്തിലുള്ള മതപാരമ്പര്യങ്ങളെയും ബിബ്ലിക്കലായ ക്രൈസ്തവ സോഴ്സുകളോട് സമാനമായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ യൂറോപ്പിന്റെ കോണ്ടെക്സ്റ്റിൽ ഉണ്ടായി തീർന്ന ഒരു 2 entity മോഡൽ ഇസ്ലാം ആൻഡ് സയൻസ് ഡിബേറ്റുകളിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ കഴിയുക? മൂന്നാമത്തെ ചോദ്യം, പരിസ്ഥിതിയെക്കുറിച്ചും ഭൗതിക ലോകത്തെക്കുറിച്ചും മെറ്റീരിയാലിറ്റിയെക്കുറിച്ചും ഉള്ള വ്യത്യസ്ത ലോകഭാവനകൾ, അത് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് 2 entity മോഡലിലൂടെ ഇസ്ലാമിനെ കുറിച്ച് അല്ലെങ്കിൽ ശാസ്ത്രത്തെക്കുറിച്ച് ഇസ്ലാമിക ആലോചനകൾ നടത്താൻ കഴിയുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം റാറ്റ്സിന്റെ ഒരു പ്രസ്താവന കൂടിയുണ്ട്. ഇത് പ്രകൃതിയെക്കുറിച്ചോ പരിസ്ഥിതിയെക്കുറിച്ചോ ഒന്നുമല്ല, സയൻസ് എന്നതിനെ കുറിച്ച് പോലും ലോകത്തൊരു യൂണിവേഴ്സലായ ഒരു ഡെഫിനിഷൻ സാധ്യമല്ല എന്നിരിക്കെ, സയൻസ് ശാസ്ത്രത്തെക്കുറിച്ച് പോലും ഒരേക ഡെഫിനിഷൻ നിങ്ങൾക്ക് ലോകത്ത് നിർമ്മിച്ചെടുക്കാൻ കഴിയില്ല എന്നിരിക്കെ നിങ്ങൾ എങ്ങനെയാണ് ഇസ്ലാമിനെയും സയൻസിനെയും ഒരു 2 entity മോഡലിലൂടെ സംവാദം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുറെ കൂടി അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന്, അതിൻ്റെ കോൺസെപ്ച്വലായ റലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കണം. അവിടെയാണ് നമ്മൾ സയൻസ് എന്നതിനെ, പർട്ടിക്കുലർലി മൊഡേൺ സയൻസ് എന്നതിന്റെ പ്രതിസന്ധികളിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടത്. മൊഡേൺ സയൻസ് എന്ന് പറയുമ്പോൾ ഗലീലിയോയുടെയും കെപ്ലറിന്റെയും ന്യൂട്ടന്റെയും ഒക്കെ പിന്നെ അന്വേഷണങ്ങളിലൂടെയും കണ്ടെത്തലുകളിലൂടെയും ഉണ്ടായിത്തീർന്ന, പ്രത്യേകിച്ചും 14ാം നൂറ്റാണ്ട് മുതൽ ആരംഭിക്കുന്ന ഒരു അന്വേഷണങ്ങളെയാണ് മൊഡേൺ സയൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ ഒരു പർട്ടിക്കുലർ ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ശാസ്ത്രത്തെ മനസ്സിലാക്കാൻ കഴിയുമോ എന്നതാണ് ഇന്ന് ശാസ്ത്രത്തെ കുറിച്ചുള്ള ആലോചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ മർമ്മപ്രധാനമായ ചോദ്യം, ശാസ്ത്രം ഒരു പർട്ടിക്കുലർ യൂറോപ്യൻ കൾച്ചറൽ ഹിസ്റ്ററിയിൽ ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്താണ് ഇസ്ലാമിക് സയൻസ് എന്ന് നമ്മൾ പറയുന്നതിലെ ഇസ്ലാമിക് എന്നത് എന്താണ്? സയൻസിനെ യൂറോപ്പിന്റെ സങ്കല്പങ്ങളിൽ പിടിച്ചു നിർത്തുന്ന ഘടകങ്ങൾ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ സയൻസിനെ ഇസ്ലാമിക്കേറ്റ് വേൾഡിൽ പിടിച്ചു നിർത്തുന്നതിന്റെ സങ്കല്പനപരമായ അടിത്തറകൾ, എപ്പിസ്റ്റമോളജിക്കൽ ഫൗണ്ടേഷൻസ് എന്താണ്? അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ആധുനിക ശാസ്ത്രം ജനസൈഡുകൾ എനേബിൾ ചെയ്യുമ്പോൾ ഒരു ഇസ്ലാമിക് സയൻസ് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ, സങ്കല്പിക്കുകയാണെങ്കിൽ അതിനെ എനേബിൾ ചെയ്യുന്ന കോൺസെപ്ച്വൽ ടൂൾസ് എന്തായിരിക്കും? അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ നേരത്തെ ഉടനീളം കേട്ടു ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടങ്ങളിൽ ഉണ്ടായ ശാസ്ത്ര അന്വേഷണങ്ങൾ. അതെങ്ങനെയാണ് അവസാനിച്ചത്? അതെന്തുകൊണ്ടാണ് ലോകത്ത് അത്രയും മികച്ച ഒരു ശാസ്ത്രമായിരുന്നു എങ്കിൽ എന്തുകൊണ്ടത് അവസാനിച്ചു? അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ ശാസ്ത്രത്തെയും ഇസ്ലാമിനെയും കുറിച്ച് സംവാദങ്ങളെ നമുക്ക് എങ്ങനെയാണ് പുതിയ രീതിയിൽ
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ ശാസ്ത്രത്തെ നിർണയിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു യൂറോപ്യൻ കൾച്ചറൽ ഹിസ്റ്ററിയുടെ ഒരു ലോജിക് അതിനെ നിയന്ത്രിക്കുന്നുവെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇസ്ലാമികമായിട്ടുള്ള ചോദ്യങ്ങൾ ശാസ്ത്രത്തിനകത്ത് ചോദിക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ടേക്ക് അവേ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് ഈ സുവർണ കാലഘട്ടത്തിന് നടന്നത്? അതിവിടെ പലരും വിശദീകരിച്ചതുപോലെ അത് ചിന്തിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മാർഷൽ ഹോഡ്സൺ അദ്ദേഹത്തിന്റെ ഇസ്ലാമിനെ കുറിച്ചുള്ള ഹിസ്റ്ററി പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ആദ്യ നൂറ്റാണ്ടുകളിൽ തുടങ്ങുന്ന ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങളുടെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നാഗരികതയുടെ തുടക്കത്തിൽ വിവിധങ്ങളായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കൊളോണിയലിസം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം മുസ്ലിം ലോകത്ത് എത്തുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിം ലോകത്തെ ഫാൾ ഓഫ് ഗ്രനേഡ് മുതൽ കീഴടക്കുമ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ അവിടെ നടക്കുന്ന എപ്പിസ്റ്റിമിസൈഡ് എന്നതാണ്. എപ്പിസ്റ്റിമിസൈഡ് എന്ന് പറഞ്ഞാൽ ജനസൈഡ് പോലെ, ജനങ്ങളെ കൊന്നൊടുക്കുന്നത് പോലെ. എപ്പിസ്റ്റിമിസൈഡ് എന്ന് പറഞ്ഞാൽ അറിവിനെയും അറിവിന്റെ ഉറവിടങ്ങളെയും ജ്ഞാനോൽപാദനത്തിന്റെ സംവിധാനങ്ങളെയും തകർക്കുക എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ചും 16-ാം നൂറ്റാണ്ട് മുതൽ നടക്കുന്ന ലോകത്ത് എപ്പിസ്റ്റിമിസൈഡ് നടത്തിക്കൊണ്ടാണ് ലോകത്തെ വിവിധ തരത്തിലുള്ള പരിസ്ഥിതിയെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച് അന്വേഷണങ്ങളുടെ ജ്ഞാനാന്വേഷണത്തിന്റെ വഴികളെ തകർത്തുകൊണ്ടാണ് ലോകത്ത് കൊളോണിയലിസം ശക്തിപ്പെട്ടത്. അതിൽ സംഭവിക്കുന്ന, മുസ്ലിം ലോകത്തിന് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ആഘാതം എന്ന് പറയുന്നത് ഈ സന്ദർഭത്തിൽ നടക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത് പ്രത്യേകിച്ചും അത് എങ്ങനെയാണ് മുസ്ലിം ലോകത്തെ ചിന്താപരമായ അവസ്ഥകൾ അതിന്റെ വളരെ ദുരന്ത രൂപത്തിലുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത് എന്ന് മാർഷൽ ഹോഡ്സൺ വിശദീകരിക്കും. ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. ഇനി നമ്മൾ ശാസ്ത്രത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾ സവിശേഷമായി അഭിമുഖീകരിക്കുന്നത് മോഡേൺ സയൻസ് എന്നുള്ളതാണ്. പക്ഷെ ഈ സയൻസ് സംവാദങ്ങളിൽ പലപ്പോഴും സംഭവിച്ചു പോകുന്ന ഒരു പ്രശ്നം, മോഡേൺ സയൻസ് എന്ന് പറഞ്ഞാൽ അത് സയൻസ് ഉള്ളതുപോലെ തന്നെ അതിൽ മോഡേൺ എന്നൊരു സംഗതിയുണ്ട്. അഥവാ ഏതൊരു അറിവും ഏതൊരു വിജ്ഞാനവും സംഭവിക്കുന്നത് ഒരു സവിശേഷമായ കാലത്തും അതിൻ്റെതായിട്ടുള്ള അധികാര ബലങ്ങൾക്കകത്തുമാണ്. അങ്ങനെയാണെങ്കിൽ മോഡേൺ സയൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയിൽ അതിനെ നിർണയിക്കുന്ന മോഡേൺ, ആധുനികം എന്ന ആ പ്രതിഭാസം എന്താണ്? മോഡേൺ സയൻസിന്റെ ഓരോ ക്ലെയിമുകളെയും നമ്മൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലെയിം അതിന്റെ യൂണിവേഴ്സാലിറ്റി എന്നതാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ആദം നബി മുതൽ തുടങ്ങുന്ന ചരിത്രത്തെ ലോക ചരിത്രമല്ലാതെ കേവല ഇസ്ലാമിക ചരിത്രമായി മാത്രം വായിക്കുകയും ഡാർവിൻ സിദ്ധാന്തം ലോക ചരിത്രത്തിന്റെ ഹിസ്റ്ററി ടെക്സ്റ്റുകളിൽ പോലും പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അതാണ് ലോകത്തെക്കുറിച്ച് യൂണിവേഴ്സലായ ഒരു സങ്കല്പം, അത് യൂറോപ്പിൻ്റെതാണ് എന്ന വിജ്ഞാന രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്, ഒരു വൈറ്റ് യൂറോപ്യന്റെ നിരീക്ഷണങ്ങളാണ് ലോകത്ത് ബയാസ് ഇല്ലാത്ത വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണങ്ങൾ എന്ന് സ്ഥാപിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ യൂറോപ്പിന്റെ അന്വേഷണങ്ങൾ, മറ്റെല്ലാ അന്വേഷണങ്ങളും ചില പെർട്ടിക്കുലറായ ഇന്ത്യയുടേതോ അല്ലെങ്കിൽ അറബിൻ്റെതോ മാത്രമാവുമ്പോൾ യൂറോപ്പിൻ്റെത് എങ്ങനെയാണ് ലോകത്ത് എവിടെയും പഠിപ്പിക്കാവുന്ന ന്യൂട്രൽ ആയിട്ടുള്ള വിജ്ഞാനമാകുന്നു എന്നതാണ് യൂറോപ്യൻ വിജ്ഞാന രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനപരമായ 3 ക്ലെയിമുകൾ എന്ന് പറയുന്നത്. ഇതിനെ നിശിതമായി തകർത്തെറിഞ്ഞ ഒരു ഡിക്കൊളോണിയൽ ചിന്തകനായിരുന്നു ദുസേൽ എന്ന് പറയുന്നത്. ദുസേൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾ എല്ലായ്പ്പോഴും പഠിക്കുന്ന ഹിസ്റ്ററി ഇതാണ്, വളരെ ലീനിയർ ആയിട്ടുള്ള ഹിസ്റ്ററി ഓഫ് ഏഷ്യ ഈസ് എ യൂറോപ്യൻ പ്രീ ഹിസ്റ്ററി, പിന്നെ ഗ്രീക്ക് വേൾഡ്, പിന്നീട് പാഗൻ ആൻഡ് ക്രിസ്ത്യൻ റോമൻ വേൾഡ്, പിന്നീട് മിഡീവൽ ക്രിസ്ത്യൻ വേൾഡ്, അതിൽ നിന്ന് നേരെ മോഡേൺ യൂറോപ്യൻ വേൾഡ്. ഗ്രീക്കിൽ നിന്നും അമേരിക്കയിലെത്തുന്ന ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയോഗ്രഫി ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? അതാണ് ദുസേൽ ചോദിക്കുന്ന ചോദ്യം. ദുസേൽ പറയുന്നു, ഇത് ചരിത്രമല്ല, ഇതൊരു ഐഡിയോളജിക്കൽ കൺസ്ട്രക്ഷനാണ്. അരിസ്റ്റോട്ടിലിൽ തുടങ്ങി ഇന്നത്തെ നാസയിലേക്ക് എത്തുന്ന ലീനിയർ ആയിട്ടുള്ള ചരിത്രം അത് ചരിത്രമല്ല, അത് രേഖീയമായ ഒരു ഐഡിയോളജിക്കൽ കൺസ്ട്രക്ഷനാണ് എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഇതൊരു യൂറോസെൻട്രിക് ആര്യൻ മോഡലാണ്.
ഇതൊരു യൂറോ കേന്ദ്രീകൃതമായ ആര്യൻ വംശീയാധിപത്യത്തിന്റെ ചരിത്രമാണ്, ഈ രേഖീയമായ ചരിത്രം എന്നാണ് ദുസ്സേൽ പറയുന്നത്. പിന്നീട് എന്താണ് സത്യത്തിലുള്ള ചരിത്രം, അതിനെക്കുറിച്ച് ദുസ്സേൽ വിശദീകരിക്കുന്നതായി കാണാൻ കഴിയും. ഇതാണ് ചരിത്രം. ദുസ്സേൽ പറയുന്നു, ഈ ചരിത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന് യൂറോ കേന്ദ്രീകൃതമായ ഒരു വേൾഡ് ഹിസ്റ്ററിയുടെ ഒരു വൺ പോളാർ സിസ്റ്റം ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇതിൽ നിങ്ങൾ നോക്കൂ, വെസ്റ്റേൺ റോമൻ വേൾഡ് ഇതിന്റെ സെന്ററിലല്ല, ഇതിന്റെ ഒരു അരികിലാണ്. നിങ്ങൾ ഇതിൽ നോക്കൂ, ക്ലാസിക്കൽ ഗ്രീക്ക് വേൾഡ് എന്ന് പറയുന്ന ഹെലനിക് വേൾഡ്, അരിസ്റ്റോട്ടലിന്റെ സംവാദ ലോകത്തോട് അടുത്ത് കിടക്കുന്നത് അമേരിക്കയോ ജർമ്മനിയോ ബ്രിട്ടനോ അല്ല, മറിച്ച് ഈജിപ്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിൽ അരിസ്റ്റോട്ടലിന് പരിചയമുള്ളത് അന്നത്തെ ബ്രിട്ടനിൽ ജീവിക്കുന്ന ആളുകളെ അരിസ്റ്റോട്ടലിന് അറിയില്ല. അദ്ദേഹത്തിന് ഈജിപ്തിലെയും ചൈനയിലെയും സംവാദങ്ങളെ കുറിച്ച് അദ്ദേഹം അറിയുന്നു. ഞാൻ പറയുന്നത് അരിസ്റ്റോട്ടലിനെ പരിഭാഷപ്പെടുത്തിയവരെ കുറിച്ച് മാത്രമല്ല, അരിസ്റ്റോട്ടലിന്റെ ചിന്തകളോട് സംവദിച്ചവർ ആരായിരുന്നു എന്ന് മാത്രമല്ല, ഈ ക്ലാസിക്കൽ ഗ്രീക്ക് വേൾഡിൽ നിന്നും മോഡേൺ യൂറോപ്പിലേക്ക് നേരിട്ടൊരു ചരിത്ര വഴി ഇല്ല. ഇതാണ് ചരിത്രത്തെക്കുറിച്ച്, ശാസ്ത്രത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി. നിങ്ങൾ അരിസ്റ്റോട്ടലിന്റെ നാച്ചുറൽ ഫിലോസഫി പഠിക്കുകയും നിങ്ങൾ മോഡേൺ യൂറോപ്പിൽ ഒരു ലബോറട്ടറിയെ അതിന്റെ ചിന്താപരമായ അനന്തരാവകാശികളായി കാണുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂറോസെൻട്രിക് ആര്യൻ മോഡലിന്റെ ഐഡിയോളജിക്കൽ കൺസ്ട്രക്ഷൻ മാത്രമാണ്. അത് അറബ് ലോകം സംവദിക്കുന്ന, ചൈന സംവദിക്കുന്ന, അതുപോലെ തന്നെ പല വഴികളിലായിട്ട് വരുന്ന അറബികൾ ട്രാൻസ്ലേറ്റ് ചെയ്തത് കൊണ്ട് മാത്രം അവർക്ക് പിന്നീട് കിട്ടുന്ന ഒരു അറിവാണ്. അപ്പോൾ എങ്ങനെയാണ് യൂറോപ്പിന്റെ സയൻസ് യൂണിവേഴ്സൽ ആകുന്നത്? എങ്ങനെയാണ് യൂറോപ്പിന്റെ സയൻസ് ന്യൂട്രലായി ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് സയൻസിന്റെ അട്ടിപ്പേർ അവകാശം എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾക്ക് യൂറോപ്പിന് കൊടുക്കാൻ കഴിയുന്നത് എന്ന് മാത്രമല്ല, അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളൊരു സെന്റർ പെരിഫറി, യൂറോപ്പ് അതിന്റെ ലോകത്ത് അതിന്റെ ആധിപത്യം സ്ഥാപിച്ചത് വേൾഡ് ഹിസ്റ്ററി രചിച്ചുകൊണ്ടാണ്. സത്യത്തിൽ വേൾഡ് ഹിസ്റ്ററി എന്നൊരു ചരിത്രം ഇല്ല. ലോകത്ത് പല സെന്ററുകളിലെ ചരിത്രങ്ങളാണുള്ളത്. ലോകത്തിനൊരു ഏക ചരിത്രം എഴുതുക സാധ്യമാണ്. പക്ഷെ ആ വേൾഡ് ഹിസ്റ്ററി എഴുതുന്നതോടുകൂടി യൂറോപ്പ് സ്ഥാപിച്ചത് പ്ലാറ്റോ ടു നാറ്റോ എന്ന് പറയുന്ന ലീനിയർ ആയിട്ടുള്ള ഒരു ചരിത്ര സങ്കല്പമാണ്. പക്ഷെ അവിടെ ദുസ്സേൽ വളരെ പ്രകോപനപരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവിടെ യൂറോപ്പില്ല, സെന്ററിൽ യൂറോപ്പില്ല, അത് പെരിഫറിയിലാണ്. നിങ്ങളൊരു കേന്ദ്രത്തെയും അരികിനെയും സങ്കല്പിച്ചുകൊണ്ടാണ് ചരിത്രം എഴുതുന്നതെങ്കിൽ അതിന്റെ കേന്ദ്രത്തിൽ യൂറോപ്പില്ല. അത് ജർമ്മൻ റൊമാന്റിസിസത്തിന്റെ സങ്കല്പത്തിൽ മാത്രമാണ് അതുള്ളത്, ചരിത്രത്തിൽ അതില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് യൂറോപ്പിന്റെ യൂണിവേഴ്സാലിറ്റി അതൊരു പൊള്ളയായ വാദമാണ് എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, സയൻസ് എന്ന് പറയുന്നത് അത് സ്വയം വളരുന്ന ഒരു വിജ്ഞാനമായി നമ്മൾ മനസ്സിലാക്കരുത്. 3 സംഗതികൾ മോഡേണിറ്റിയിൽ പ്രധാനമാണ്. ഒന്ന് നേഷൻ സ്റ്റേറ്റ് ആണ്, ദേശരാഷ്ട്രങ്ങൾ. ബഹിരാകാശത്തേക്ക് ആളുകളെ പറഞ്ഞയക്കുന്നത് ദേശങ്ങളുടെ പ്രൗഢിയുടെ പ്രശ്നമായിരുന്നു. ബഹിരാകാശത്തെക്കുറിച്ചും അതുപോലെ തന്നെ മിസൈലുകളുടെയും പ്രശ്നം ദേശം എന്ന സങ്കല്പത്തിന്റെ സാധ്യതകളിലൂടെ വളർന്ന ഒന്നാണ്. ക്യാപിറ്റലിസം, സാക്ഷാൽ കോൾമാക്സ് പറയുന്ന ഒരു സംഗതിയുണ്ട്. മാർക്സിന്റെ എക്കണോമിസ്റ്റിക് ആയ വീക്ഷണങ്ങളോട് നിങ്ങൾക്ക് വിയോജിക്കാം, പക്ഷെ ഒരു സങ്കല്പം അദ്ദേഹം പറയുന്നത്, എനിക്ക് സ്വാതന്ത്ര്യം വേണം. എന്തിൽ നിന്നാണ് എനിക്ക് സ്വാതന്ത്ര്യം വേണ്ടത്? എനിക്ക് രാവിലെ ഒരു പുസ്തകം വായിക്കാൻ, ഉച്ചക്ക് മീൻ പിടിക്കാൻ പോകാൻ, വൈകുന്നേരം ഒരു കഥ എഴുതാൻ എനിക്ക് സ്വാതന്ത്ര്യം വേണം. അപ്പൊ എന്താണ്, മാർക്സിന് അതിനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഇല്ല. ക്യാപിറ്റലിസം നിങ്ങളെ എല്ലാ അധ്വാനങ്ങളെയും അതിനെ ഒരു സാമ്പത്തികമായ മൂല്യവ്യവസ്ഥക്കകത്തേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് പരിസ്ഥിതിയെക്കുറിച്ച് അന്വേഷണങ്ങൾ മാർക്കറ്റിന്റെ സ്വാധീനത്തിൽ നിന്ന് മാറിക്കൊണ്ട് ചെയ്യാൻ കഴിയാത്ത വിധം ഹ്യൂമൻ ലേബറിനെ, ഹ്യൂമൻ ചിന്തയെ അതിനെ പിടിച്ചു നിർത്തുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ കച്ചവടം എന്നല്ല എൻ്റെ അർത്ഥം. ക്യാപിറ്റലിസം ഈ ഒരു എക്കണോമിക് വ്യവസ്ഥയാണ്. അതിനകത്താണ് $1 ബില്യൺ ഇൻവെസ്റ്റ്മെന്റുകളിൽ സയൻസ് കമ്പനികൾ വർക്ക് ചെയ്യുമ്പോൾ, അത് മെറ്റയാകട്ടെ, ടെക്നോളജി ആകട്ടെ, അതുപോലെ തന്നെ ഏത് സംവിധാനങ്ങളാകട്ടെ, അത് പ്രവർത്തിക്കുന്നത് ക്യാപിറ്റലിസത്തിന്റെ ഒരു എക്കണോമിക്
വ്യവസ്ഥക്കകത്താണ് സയൻസ് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഈ ഓപ്പറേഷനുകൾക്ക് ഇത്രയധികം കൊയ്ത്തുത്സവം പോലെ ഹോസ്പിറ്റലുകൾ പൈസ വാങ്ങുമ്പോൾ അതിനകത്ത് ആളുകൾ പെട്ടുപോകുന്നത് സയൻസ് ഹ്യൂമൻ ഗുഡിനാണെന്ന് പറയുകയും പക്ഷെ സയൻസ് ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ പ്രശ്നമാണ്. മൂന്നാമത്തത് സെക്യുലറിസം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് ലോകം ഏറ്റവും ചർച്ച ചെയ്യുന്ന പ്രശ്നം ആന്ത്രോപോസീനാണ്, അല്ലേ? ആന്ത്രോപോസീൻ. മനുഷ്യ കേന്ദ്രീകൃതമായി ലോകത്തെയും ചരിത്രത്തെയും കാണുമ്പോൾ പരിസ്ഥിതി എക്കോളജിക്കൽ ക്രൈസിസ് ഉണ്ടാകുന്നു. മനുഷ്യ കേന്ദ്രീകൃതമായിട്ട് ലോകത്തെ കണ്ടതിന്റെ പ്രശ്നമായി ലോകത്ത് അന്തരീക്ഷ പൊല്യൂഷൻ ഉണ്ടാകുന്നു. പക്ഷെ ആരാണ് മനുഷ്യനെ കേന്ദ്രീകരിച്ച ലോകത്ത് വിഭാവന ചെയ്യാൻ പഠിപ്പിച്ചത്? ആന്ത്രോപോസീനിനെ കുറിച്ച് പറയുമ്പോൾ സെക്കുലറിസത്തെ കുറിച്ച് പറയാൻ നിങ്ങൾ മടിക്കുന്നത് എന്താണ്, മറക്കുന്നത് എന്താണ്? മനുഷ്യ കേന്ദ്രീകൃതമായി ലോകത്തെ കൊണ്ടുവന്നത് സെക്കുലറിസം എന്ന് പറയുന്ന അധികാര വ്യവസ്ഥതയാണ്. സെക്കുലറിസം എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും ഒരുമിച്ചിരിക്കുന്നതിന്റെ പേരല്ല. അത് കേരളത്തിലുള്ള ഒരു പരിപാടി അതല്ല. അത് സാഹോദര്യം, അതെല്ലാ പാരമ്പര്യങ്ങളും ഉണ്ടാക്കുന്നതാണ്. പക്ഷേ സെക്കുലറിസം ആസ് എൻ ഐഡിയോളജി, നിങ്ങൾ ഈ വളരെ ഇമ്മനന്റായി ഈ ലോകത്തിനപ്പുറം അതിന്റെ ട്രാൻസെൻഡന്റലായ, അതിന്റെ മെറ്റാഫിസിക്കലായ, അതിന്റെ ആശയങ്ങളുടെയും ആത്മീയതയുടെയും തലങ്ങളെ മാറ്റിവെച്ച് നിങ്ങളെ ഇതിലേക്ക് ഒതുക്കിയതാരാണ്? അപ്പൊ ആന്ത്രോപോസീനിന്റെ അവസ്ഥയിൽ നിങ്ങൾക്ക് സെക്കുലറിസത്തെ മാറ്റിവെക്കാൻ കഴിയില്ല. നാഷൻ സ്റ്റേറ്റ് ശക്തമാകുമ്പോൾ നിങ്ങൾക്ക് സയൻസ് ഫോർ കമ്മ്യൂണിറ്റേറിയൻ പ്രോസസ് അസാധ്യമാകുന്നു. ക്യാപിറ്റലിസം ഉള്ളപ്പോൾ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ടല്ല ചിന്തിക്കുന്നത്, നിങ്ങളൊരു മാർക്കറ്റിന്റെ വ്യവസ്ഥക്കകത്താണ് ചിന്തിക്കുന്നത്. ഇതാണ് മോഡേൺ സയൻസ്. അവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് രണ്ട് സംഗതികളാണ്: ലിബറൽ ഇൻഡിവിജ്വലിസവും നോഷൻ ഓഫ് ലീനിയർ പ്രോഗ്രസ്. ലീനിയർ പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെയും അതിലൂടെ സാധിച്ചെടുക്കാൻ കഴിയുന്നു. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇതൊരു മോഡേൺ ഗവൺമെന്റാലിറ്റിയുടെ ഭാഗമാണ്. സർവൈലൻസ് ക്യാമറകൾ ശാസ്ത്രത്തിന്റെ പുരോഗതി മാത്രമല്ല, പുതിയൊരു ഗവൺമെന്റാലിറ്റിയാണ്, ഭരണതന്ത്രമാണ്. ഫലസ്തീനിൽ ഇസ്രായേലിന്റെ ക്യാമറകൾ ഉള്ളത് ക്യാമറ കണ്ടെത്തിയത് കൊണ്ട് മാത്രമല്ല, ഒരു ഭരണ ലോജിക്, അപ്പുറത്തുള്ളവരെ നിരീക്ഷിക്കുകയാണെന്ന അതറിനെ കുറിച്ച ഭീതിയുടെ ഒരു സങ്കല്പമാണ് ക്യാമറകളായി രൂപപ്പെടുന്നത്. ഇറ്റ്സ് എ ഗവൺമെന്റാലിറ്റി. ആ ഗവൺമെന്റാലിറ്റിയുടേതാണ് കാൽക്കുലേറ്റീവ് ലോജിക്. തലാലസത് പറയുന്നുണ്ട്, കാൽക്കുലേറ്റീവ് ലോജിക്കിനെ ലോകത്ത് സ്ഥാപിക്കുകയാണ് ഈ ഇന്ന് ക്യാപിറ്റലിസവും സയൻസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരാളോട് അയാൾക്ക് ഇൻഷൂർ എടുക്കാതെ ജീവിതത്തെ കാണാൻ കഴിയാത്ത ഒരു വ്യവസ്ഥയിൽ, അതൊരു ഇൻഡിപെൻഡന്റ് ചോയ്സിന്റെ മാത്രം പ്രശ്നമല്ല, അത്തരം ഒരു വ്യവസ്ഥയിൽ ആരാണ് അയാളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്? നിങ്ങൾക്ക് സമയത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും മെഷർമെന്റിലൂടെ മാത്രം ആലോചിക്കാൻ കഴിയുന്ന ഒരു ലോകത്തേക്ക് ആരാണ് നിങ്ങൾ എത്തിച്ചത്? മെഷർമെന്റ് പ്രശ്നമാണെന്നല്ല പറയുന്നത്, ഇതിനെ ഒരു എക്സ്ട്രീമിൽ നിങ്ങൾ ആലോചിക്കരുത്. ഞാൻ പറയുന്നത് അത്തരം ഒരു ലോജിക്കിനെ ഇംപ്ലാന്റ് ചെയ്തെടുക്കുന്നതിന്റെ പേരാണ് മോഡേൺ സയൻസ്. ലോകത്തെല്ലാ കാലത്തും സയൻസ് അങ്ങനെയായിരുന്നില്ല. അവിടെയാണ് ഹൈഡഗറുടെ ഒരു ചിന്ത നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ടെക്നോ സോഷ്യൽ. ഈ ചിന്തകളെ, ഈ കോൺസെപ്റ്റുകളെ നിർണയിക്കുന്ന ഒരു സോഷ്യൽ ക്രമം അതുണ്ടായി വരുന്നു. അവിടെ നിങ്ങൾ എങ്ങനെയാണ് ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിന്റെ ശാസ്ത്രത്തെ കുറിച്ച് ആലോചിക്കുക എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ശാസ്ത്രം ഇങ്ങനെ ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള, ശാസ്ത്രം ഇങ്ങനെ ഒരു ജനസൈഡ് എനേബിളിംഗ് ആയിട്ടുള്ള, ശാസ്ത്രം ഇങ്ങനെ സ്റ്റേറ്റിന്റെയും ക്യാപിറ്റലിന്റെയും ടൂളായിട്ടുള്ള ഒരവസ്ഥയിൽ ശാസ്ത്രം പുതിയ എത്തിക്സിനെ, എത്തോസിനെ തേടുന്നു. ഉദ്ഘാടന പ്രഭാഷണത്തിൽ ജനാബ് ടി ആരിഫ് അലി സാഹിബ് പറഞ്ഞു, പുതിയ മൂല്യവ്യവസ്ഥ വേണം. പക്ഷെ ആ മൂല്യവ്യവസ്ഥ എവിടെ നിന്ന് വരും? നിങ്ങളൊരു വസ്തുവിനെ കാണുമ്പോൾ ആ വസ്തു, ഒരു വ്യക്തിയും വസ്തുവും തമ്മിലുള്ള ബന്ധം, വസ്തുവിനെ അളക്കുകയും മെഷർ ചെയ്യുകയും അതിനെ റെഗുലേറ്റ് ചെയ്യുകയും അതിനെ ഭരിക്കുകയും ചെയ്യുക എന്ന വെസ്റ്റേൺ മോഡേൺ ലോജിക്കിൽ നിന്നും വസ്തു നിങ്ങളെ അതിന്റെ സൃഷ്ടാവിനെ കുറിച്ച് ആലോചിപ്പിക്കുന്ന ഒരു ക്രമമാണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും ശാസ്ത്രം പ്രവർത്തിക്കുക? നിങ്ങൾ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ സുബ്ഹാനക് എന്ന് പറയുന്ന ഒരു ദിക്റിന്റെ ഒരു ലോജിക്കിലേക്ക് നിങ്ങളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം വരുമ്പോൾ അവിടെ എന്താണ് സയൻസ്? അതാണ് ശാസ്ത്രത്തെ സംബന്ധിച്ച ഏറ്റവും ഫണ്ടമെന്റൽ ഇസ്ലാമിക് ക്വസ്റ്റ്യൻ എന്നാണ് ഈ സെഷനിൽ എനിക്ക് പറയാനുള്ളത്. എന്ന് മാത്രമല്ല, പിന്നെ കരയിലും കടലിലും
മനുഷ്യകരങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഫിത്നയും ഫസാദും ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ, നാഗരികതയെ പ്രൊമോട്ട് ചെയ്യുന്ന അതേ ദർശനം ഇതുകൂടി പറയുമ്പോൾ ഒരു മീസാൻ, പിന്നെ പലരും സർദാറിനെ പോലെയുള്ള പല ചിന്തകരും പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമും സയൻസും തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പം മീസാൻ, അതിന്റെ ഒരു ബാലൻസ് എന്നുള്ളതാണ്. അത്തരം സങ്കല്പങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളും പരിസ്ഥിതിയും പ്രകൃതിയും ടെക്നോളജിയും മെറ്റീരിയാലിറ്റിയും തമ്മിലുള്ള അന്വേഷണത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് മോഡേൺ സയൻസിനോട് ചെയ്യാനുള്ള ഏറ്റവും ഗംഭീരമായിരിക്കുന്ന സംവാദം. അത് പഴയതിനെ കുറിച്ച് പറയൽ മാത്രമല്ല, പഴയതിനെ രൂപപ്പെടുത്തിയ സങ്കല്പങ്ങളെ പുതിയതുമായി സംവദിക്കൽ കൂടിയാണ് എന്നുള്ളതാണ്. ഈ ചിത്രം, 2 ചിത്രങ്ങളോടുകൂടി ഞാൻ എൻ്റെ പ്രസന്റേഷൻ അവസാനിപ്പിക്കുകയാണ്. ശാസ്ത്രം എല്ലാവരെയും ലാഭേച്ഛയുള്ളവരാക്കുന്നതെങ്കിൽ ഇവരെങ്ങനെയാണ് ഹമാസിന്റെ ടണലുകളിൽ നിന്നും ജീവനോടുകൂടി പുറത്തെത്തിയത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഹമാസിന്റെ ടെക്നോളജിയും ഈ ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള ആളുകളുടെ ടെക്നോളജിയും ലോകത്ത് എങ്ങനെയാണ് 2 രീതിയിൽ പ്രവർത്തിച്ചത്? സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ആളുകളെ വെടിവെച്ചും അടിച്ചുമോടിക്കുന്ന ഒരു ടെക്നോളജി, ഒരു ടണലിൽ നിന്നും ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരുന്ന ടെക്നോളജി ഓഫ് റെസിസ്റ്റൻസ്. ഇതിനെ സാധ്യമാക്കുന്ന എത്തിക്സ് എന്താണ്? ഇതിനെ സാധ്യമാക്കുന്ന മെറ്റീരിയാലിറ്റി എന്താണ്? അതിന്റെ ഡിസ്കോഴ്സ് എന്താണ്? ഇത് കേവലമായ ഒരു പേഴ്സണൽ എത്തിക്ക് മാത്രമല്ല, ഇതൊരു മറ്റൊരു തരത്തിലുള്ള ഭൗതിക ലോകത്തെക്കുറിച്ച് സങ്കല്പമാണ്. ആ സങ്കല്പത്തിലൂടെ നിങ്ങൾക്ക് ഈ ജനസൈഡിന്റെയും ലിബറൽ ക്യാപിറ്റലിസത്തിന്റെയും അതുപോലെ തന്നെ ടു സെക്കുലറിസത്തിന്റെയും സയൻസിനെ ഗെറ്റ് ഔട്ട് അടിക്കാനോ കോൾ ബാക്ക് ചെയ്യാനോ ഡയലോഗിൽ ഏർപ്പെടാനോ സാധിക്കുമോ എന്നതാണ് തൂഫാനിന്റെ ചോദ്യം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെയാണ് പുതിയ തരത്തിലുള്ള ഭാവനകൾ പ്രധാനമാകുന്നത്. ഗസയിലെ തകർക്കപ്പെട്ട ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവിടെ മെഡിക്കൽ ബിരുദം ഏറ്റുവാങ്ങുന്ന ഈ സമയത്തെ തുഫാനുൽ അക്സയ്ക്ക് ശേഷമുള്ള ഡോക്ടേഴ്സ് അവരത് എടുത്തണിയുമ്പോൾ അതൊരിക്കലും ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റിസത്തിന്റെ ഡോക്ടേഴ്സ് അല്ല, ഒരു കമ്മ്യൂണിറ്റേറിയൻ എത്തിക്കിന്റെ ഡോക്ടേഴ്സാണ്. ഇത്തരത്തിലുള്ള എത്തിക്സിനെ, അതിനെ സാധ്യമാക്കുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള ഡിസ്കേഴ്സീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയെ, അതിന്റെ ഒരു ഇമാജിനേഷനെ, അതിന്റെ ഒരു നാഗരികതയെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ എന്നതാണ് നിങ്ങൾ പുതിയ ഉഫുക്കിനെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലെ പ്രധാനപ്പെട്ട ചോദ്യം. അതൊരിക്കലും പഴയതിനെ കുറിച്ച ഭൂതകാല സ്മരണകൾ മാത്രമല്ല, സമകാലികതയെ നിലനിർത്തുന്ന അധികാരത്തെക്കുറിച്ചും സങ്കല്പങ്ങളെക്കുറിച്ചുമുള്ള ചില വിമർശന ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ നമുക്ക് കഴിയണം. വാഹൃദവാൻ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.